ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വടക്കാഞ്ചേരിയിൽ നിന്ന് മാതിലിൻ്റെ ഡാർലിംഗ് പാരൻസുമാണ്. ഹലോ, ഹായ്. അപ്പോൾ ആദിൽ ഇങ്ങനെ എബ്രോഡ് പോകാൻ ഏത് കൺട്രിയാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്? ആദ്യം തന്നെ ജോർജിയയിൽ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ട് MBBS ചൂസ് ചെയ്തു, എന്തുകൊണ്ട് അത് എബ്രോഡ് പഠിക്കാനും എന്ന തീരുമാനം എടുത്തു, ആൻഡ് വൈ ജോർജിയ ആൻഡ് വൈ ദിസ് യൂണിവേഴ്സിറ്റി? ഒന്നാമത് ഒരു പുറത്തേക്കും ഫോറിൻ എക്സ്പോഷർ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ ജോർജിയ നല്ലായിരുന്നു, പിന്നെ ഒരു കൂട്ടുകാരനെ റെക്കമെൻഡ് ചെയ്തതാണ്. ഇവിടെ ഏംബ്രിഡ്ജ് ഉണ്ട്, അവിടെ അവനെ കൊണ്ടുപോയത് ഗാവിക്ക് ഏംബ്രിഡ്ജുകാരാണ്. അപ്പം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്നു. ഓക്കെ, അതിൻ്റെ വാപ്പ പോലീസല്ലേ, കിലോ പോലീസിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ നമ്മുടെ വിദേശത്ത് പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠനം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഫ്രോഡും അല്ലെങ്കിൽ തട്ടിപ്പുകളും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് സാറിനെ പോലെ ഒരാൾ ഏംബ്രിഡ്ജിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത്? അന്വേഷിച്ചു, മറ്റേ യൂട്യൂബ് ചാനലിലും അതുപോലെ മറ്റേ മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോൾ നടന്നില്ല. ഇതിന് മുന്നേ കൊണ്ടുപോയ പിള്ളേരും ഉണ്ടായതുകൊണ്ട് പിന്നെ നാട്ടിലെ പിള്ളേരും ഡോക്ടർമാരെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീട്ടിൽ പോയി ഞാൻ അമ്മനെ പേരൻസിനെ കണ്ടു. അവരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നിയ ഏജൻറ്റിനെ കുറിച്ചിട്ടും പിന്നെ അവിടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും തിരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല തീരുമാനമെടുത്തു. അന്വേഷിക്കാനില്ല. ഉമ്മയ്ക്ക് പേടിയുണ്ടോ മകനെയൊക്കെ ഇത്രയും പുറത്തേക്ക് വിട്ട് കണ്ണെത്താ ദൂരത്തേക്ക് പറഞ്ഞു വിട്ട് പഠിപ്പിക്കാൻ പോവാണ് അല്ലേ? നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് 6 വർഷം നിങ്ങളുടെ കീഴിലാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഉറപ്പായും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യുന്നതായിരിക്കും അല്ലേ? നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ട് അതിനാണ് നമ്മളുള്ളതും. ഇപ്പം ഉമ്മ പറഞ്ഞതിൻ്റെ ആ കാര്യം തന്നെ ചോദിക്കട്ടെ. അതായത് യൂഷ്വലി നമ്മളുടെ ഇപ്പോൾ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആളുകളെ എടുക്കുക, അവിടെ ആ കൺട്രിയിൽ എത്തിക്കുക, അതോടുകൂടി റെസ്പോൺസിബിലിറ്റി തീരുകയാണ്. പക്ഷേ ഏംബ്രിഡ്ജ് എന്ന് പറയുന്നത് അടുത്ത 6 വർഷങ്ങളിലേക്കും നമ്മളെ കണ്ടിന്യൂസ് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എത്രത്തോളം കോൺഫിഡൻസിനെ കൂട്ടുന്നുണ്ട്? ആ ഒരു കോൺഫിഡൻറ്റ് നിങ്ങളെ ഇന്ന് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സമീപിച്ചത്. അത് നിങ്ങൾ തന്നിരിക്കണം. ഉറപ്പായും. സീനിയർ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ചിരുന്നോ? ഒരു കുട്ടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എന്നെ അടുത്ത് റെക്കമെൻഡ് ചെയ്തതാണ്, അവന്റെ പേര് അമൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചു. അവൻ സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ. അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല കോളേജാണ്, നല്ല എൻവയോൺമെന്റ് ഒക്കെ ഉണ്ട്, നല്ല ടീച്ചർമാരാണ്, നല്ല ഫ്രണ്ട്ലിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏംബ്രിഡ്ജിനെ പറ്റിയിട്ട് ആ സീനിയർ സ്റ്റുഡന്റ് പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ നമുക്ക് അതറിയാൻ ഒരു താല്പര്യം ഉണ്ടല്ലോ, ഒരു സർവീസ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എന്തായിരുന്നു പറഞ്ഞത്? നല്ല ഹോസ്റ്റലാണ്, പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർ വിളിക്കാം, അവർ പിന്നെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവിടെ എംബസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് നമുക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫിനോട് പറയാം നമുക്ക്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത കൺസൾട്ടന്റ് ഇവിടെ ആരായിരുന്നു? ഗോപി. അപ്പോൾ നമുക്ക് ഗോപി ഒന്ന് പരിചയപ്പെട്ടാലോ? സോ ദിസ് ഈസ് ഗോപിയാണ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ സപ്പോർട്ട്? നിങ്ങൾക്ക് ഇപ്പം പല കാര്യങ്ങളും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എത്രയും സിമ്പിളായി പറഞ്ഞു തരിക എന്നുള്ളതൊരു മേജർ കാര്യമാണല്ലോ. അപ്പോൾ ഹൗ വാസ് ഗോപി സപ്പോർട്ട് ടുവേർഡ്സ് യു? നല്ല ഭയങ്കര ടോക്കറ്റീവ് പോലെയായിട്ട് നല്ല സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുന്നുണ്ട്. പിന്നെ രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ടാണ് ഒരു ഫയലും ഇതൊക്കെ അയച്ചു കൊടുത്തത്. പിന്നെ എപ്പോൾ വിളിച്ചാലും എടുക്കുന്നുണ്ട്. അത് മെയിൻ കാര്യമാണ്, അവൈലബിൾ ഓൾ ത്രൂ ഔട്ട് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആദിൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു ടു. ഒരു മകൻ ഒരു വലിയ പഠിച്ച് വളരെ സൊസൈറ്റിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഡോക്ടറായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.